ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് GK ചോദ്യങ്ങളാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരു കഥാപാത്രമാകുന്ന K. സുരേന്ദ്രൻ്റെ നോവൽ. ശ്രീനാരായണ ഗുരു കഥാപാത്രമാകുന്ന K. സുരേന്ദ്രൻ്റെ നോവൽ. ഗുരു. ഇറാൻ്റെ തലസ്ഥാനം. ഇറാൻ്റെ തലസ്ഥാനം ടെഹ്റാൻ. ഇറാൻ്റെ പാർലമെൻറ്റ് അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഇറാൻ്റെ പാർലമെൻറ്റ് അറിയപ്പെടുന്നത് ഏതു പേരിൽ? മജ്ലിസ്. ഒപ്പക്കിൻ്റെ ആസ്ഥാനം. ഒപ്പക്കിൻ്റെ ആസ്ഥാനം വിയന്ന. പെരിഞ്ചിക്കോടൻ ഏത് നോവലിലെ കഥാപാത്രമാണ്? പെരിഞ്ചിക്കോടൻ ഏത് നോവലിലെ കഥാപാത്രമാണ്? രാമരാജ ബഹദൂർ. രാമരാജ ബഹദൂർ എന്ന നോവലിൻ്റെ കർത്താവ് ആര്? രാമരാജ ബഹദൂർ എന്ന നോവലിൻ്റെ കർത്താവ് ആര്? CV രാമൻപിള്ള. രോഗാണുവിമുക്ത ശസ്ത്രക്രിയയുടെ പിതാവ് ആര്? രോഗാണുവിമുക്ത ശസ്ത്രക്രിയയുടെ പിതാവ് ആര്? ജോസഫ് ലിസ്റ്റർ. മലയാളത്തിൽ നിന്ന് ഉർവശി അവാർഡ് നേടിയ ആദ്യ നടി ആരാണ്? മലയാളത്തിൽ നിന്ന് ഉർവശി അവാർഡ് നേടിയ ആദ്യ നടി ആരാണ്? ശാരദ. ഇന്ത്യയിലെ ആദ്യ സോളാർ പാർക്ക് സ്ഥാപിതമായ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ സോളാർ പാർക്ക് സ്ഥാപിതമായ സംസ്ഥാനം ഗുജറാത്ത്. ലബനൻ്റെ ദേശീയ വൃക്ഷം. ലബനൻ്റെ ദേശീയ വൃക്ഷം ദേവദാരു. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തുറമുഖം. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തുറമുഖം കൊല്ലം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം കൊല്ലം. ചവറയിലെ ഇന്ത്യൻ റയർ എർത്തുമായി സഹകരിച്ച രാജ്യം. ചവറയിലെ ഇന്ത്യൻ റയർ എർത്തുമായി സഹകരിച്ച രാജ്യം ഫ്രാൻസ്. ലക്ഷ്യം വീട് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എവിടെ? ലക്ഷ്യം വീട് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എവിടെ? ചിതറ. ലക്ഷ്യം വീട് പദ്ധതിയുടെ ഉപജ്ഞാതാവ്. ലക്ഷ്യം വീട് പദ്ധതിയുടെ ഉപജ്ഞാതാവ് MN ഗോവിന്ദൻ നായർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആണവ പ്രസരണം അനുഭവപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആണവ പ്രസരണം അനുഭവപ്പെടുന്നത് കരുനാഗപ്പള്ളി. പ്രാചീന കാലത്ത് മാർത്ത എന്നറിയപ്പെട്ടിരുന്നത്. പ്രാചീന കാലത്ത് മാർത്ത എന്നറിയപ്പെട്ടിരുന്നത് കരുനാഗപ്പള്ളി. ജലനഗരം എന്ന് അർത്ഥം വരുന്ന സ്ഥലം. ജലനഗരം എന്ന് അർത്ഥം വരുന്ന സ്ഥലം പുനലൂർ. പശ്ചിമഘട്ടത്തിലെ മടിത്തട്ട് എന്നറിയപ്പെടുന്ന സ്ഥലം പുനലൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുകൂടിയ സ്ഥലം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുകൂടിയ സ്ഥലം പുനലൂർ. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ ഏറ്റവും പ്രധാന വാതകമേത്? ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ ഏറ്റവും പ്രധാനമായ വാതകമേത്? കാർബൺ ഡയോക്സൈഡ്. മലയാളത്തിൽ നിന്നും ഒടുവിലായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആര്? മലയാളത്തിൽ നിന്നും ഒടുവിലായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആര്?
ONV. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആര്? സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത്? ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത്? വ്യാഴം. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏത്? ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏത്? ബാരൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിക്കാൻ പതിക്കേണ്ടത് എത്ര രൂപയുടെ കോർട്ട് ഫീ സ്റ്റാമ്പാണ്? വിവരാവകാശ നിയമപ്രകാരം അപേക്ഷയിൽ പതിക്കേണ്ടത് എത്ര രൂപയുടെ കോർട്ട് ഫീ സ്റ്റാമ്പാണ്? 10 രൂപ. ലോക ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് എന്ന്? ലോക ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് എന്ന്? മെയ് 22. ലോകസഭാ സ്പീക്കറായ ആദ്യത്തെ വനിത ആര്? ലോകസഭാ സ്പീക്കറായ ആദ്യത്തെ വനിത ആര്? മീര കുമാർ. ഹാരോഡ് ടോമർ മാതൃക എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏത്? ഹാരോഡ് ടോമർ മാതൃക എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏത്? 1-ാം പഞ്ചവത്സര പദ്ധതി. എനിക്ക് നിങ്ങൾ നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് മഹത്തായ രാഷ്ട്രം തരാം. ആരുടെ വാക്കുകളാണിത്? എനിക്ക് നിങ്ങൾ നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് മഹത്തായ രാഷ്ട്രം തരാം. ആരുടെ വാക്കുകളാണിത്? നെപ്പോളിയൻ. മഹത്തായ വിപ്ലവം എന്നറിയപ്പെടുന്ന രക്തരഹിത വിപ്ലവം നടന്നത് എവിടെയാണ്? മഹത്തായ വിപ്ലവം എന്നറിയപ്പെടുന്ന രക്തരഹിത വിപ്ലവം നടന്നത് എവിടെയാണ്? ബ്രിട്ടൻ. UN സെക്രട്ടറി ജനറലിനെ തിരഞ്ഞെടുക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ഘടകം? UN സെക്രട്ടറി ജനറലിനെ തിരഞ്ഞെടുക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ഘടകം? പൊതുസഭ. 1916 ഈസ്റ്റർ കലാപം അരങ്ങേറിയ രാജ്യം? 1916 ഈസ്റ്റർ കലാപം അരങ്ങേറിയ രാജ്യം? അയർലൻഡ്. UN പൊതുസഭയിൽ സംഗീത കച്ചേരി നടത്തിയ ഇന്ത്യൻ സംഗീതജ്ഞ? UN പൊതുസഭയിൽ സംഗീത കച്ചേരി നടത്തിയ ഇന്ത്യൻ സംഗീതജ്ഞ? MS സുബ്ബലക്ഷ്മി. ലോകായുക്ത ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം? ലോകായുക്ത ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം? ഒഡീഷ. പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യത സംബന്ധിച്ച് തർക്കമുണ്ടായാൽ തീരുമാനമെടുക്കുന്നത് ആര്? പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യത സംബന്ധിച്ച് തർക്കമുണ്ടായാൽ തീരുമാനമെടുക്കുന്നത് ആര്? രാഷ്ട്രപതി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്ന സംസ്ഥാനം ഏത്? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്ന സംസ്ഥാനം ഏത്? ഹരിയാന. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യാനുള്ള പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ എത്ര അംഗങ്ങളുടെ പിന്തുണ വേണം? സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യാനുള്ള പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ എത്ര അംഗങ്ങളുടെ പിന്തുണ വേണം? 100. സ്വന്തമായി ഹൈക്കോടതിയുള്ള കേന്ദ്ര ഭരണ പ്രദേശം? സ്വന്തമായി ഹൈക്കോടതിയുള്ള കേന്ദ്ര ഭരണ പ്രദേശം? ഡൽഹി. ഏറ്റവും വേഗത കുറഞ്ഞ സസ്തിനി ഏത്? ഏറ്റവും വേഗം കുറഞ്ഞ സസ്തിനി ഏത്? സ്ലോത്ത്.
കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്നത് ആര്? കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്നത് ആര്? വിക്രമാദിത്യ വരഗുണൻ. രഘുപതി രാഘവ രാജാറാം എന്ന ഗാനം എഴുതിയത് ആര്? രഘുപതി രാഘവ രാജാറാം എന്ന ഗാനം എഴുതിയത് ആര്? വിഷ്ണു ദിഗംബർ പലുസ്കാർ. ആദ്യമായി ഗാനരചനയ്ക്ക് ദേശീയ അവാർഡ് നേടിയ മലയാളി ആര്? ആദ്യമായി ഗാനരചനയ്ക്ക് ദേശീയ അവാർഡ് നേടിയ മലയാളി ആര്? വയലാർ രാമവർമ്മ. ക്രിസ്തുമസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏത്? ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏത്? ഹിമോഫീലിയ. ചരിത്രപ്രസിദ്ധമായ കയ്യൂർ സമരം നടന്ന വർഷം ഏത്? ചരിത്രപ്രസിദ്ധമായ കയ്യൂർ സമരം നടന്ന വർഷം ഏത്? 1941. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുതി പദ്ധതി ഏത്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? പള്ളിവാസൽ. മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു ഭാഷ കൂടി പഠിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞത് ആര്? മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു ഭാഷ കൂടി പഠിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞത് ആര്? ഹർമൻ ഗുണ്ടട്ട്. മരണാന്തര ബഹുമതിയായി ഭാരതരത്നം നൽകപ്പെട്ട ആദ്യ വനിത ആര്? മരണാന്തര ബഹുമതിയായി ഭാരതരത്നം നൽകപ്പെട്ട ആദ്യ വനിത ആര്? അരുണ ആസഫ് അലി. മരുഭൂമിയുടെ പേരിലുള്ള രാജ്യം ഏത്? മരുഭൂമിയുടെ പേരിലുള്ള രാജ്യം ഏത്? നമീബിയ.